കോളേജ് ആശുപത്രിയിൽ മരുന്ന് മാറി കഴിച്ച രോഗിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. അസുഖം ഭേദമായതിനാൽ വീട്ടിലേക്ക് മടങ്ങാനിരുന്ന ചാലക്കുടി പോട്ട സ്വദേശി അമലാണ് മരുന്ന് കഴിച്ചതു മുതൽ വെന്റിലേറ്ററിൽ കഴിയുന്നത്. ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മാറി നൽകിയതാണ് നില ഗുരുതരമാക്കിയതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ബൈക്ക് അപകടത്തെ തുടർന്ന് കൈകാലുകൾ ഒടിഞ്ഞ് 1 മാസമായി അമൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. പ്രായമായ മാതാവും സഹോദരിയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് പെയിന്റിംഗ് തൊഴിലാളിയായ അമൽ. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങുന്ന ദിവസമാണ് മരുന്ന് മാറിക്കഴിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ന്യായവില മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് മരുന്ന് വിതരണം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ചയുണ്ടായത്. ഡോക്ടർ എഴുതി നൽകിയ മരുന്നിന് പകരം മറ്റൊരു മരുന്ന് അധികൃതർ നൽകുകയായിരുന്നു. ഈ മരുന്ന് 1 ഡോസ് കഴിച്ചതോടെ അമലിന്റെ ശരീരത്തിൽ തടിപ്പുണ്ടാവുകയും ശ്വാസതടസ്സം അനുഭവപ്പെടുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം അപസ്മാരവും ഉണ്ടായതായി ബന്ധുക്കൾ പറയുന്നു. ഡോക്ടർ വന്നിട്ടൊരു ടോണിക് എഴുതി കൊടുത്തിട്ടുണ്ടായി. ഇങ്ങനെ അമലിന്റെ അമ്മ അത് മേടിക്കാൻ പോയി. അവിടുന്ന് ആദ്യം പറഞ്ഞു ആ ചേച്ചി ഇത് കറക്റ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇഷ്ടത്തെ മരുന്നിൻ്റെത് അത് ഞാൻ പറഞ്ഞു ഇതന്നെയായിരിക്കും ടോണിക് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ടോണിക്ക് കൊടുത്ത് അയച്ചു. അങ്ങനെ ഈ അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സിസ്റ്ററിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ച് പറഞ്ഞു ഇത് കൊടുത്തോളാൻ പറഞ്ഞു. ഇത് കൊടുത്ത അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അമൽ പറഞ്ഞു അവന് ഇത് കഴിച്ചു കൊടുത്തോടെ ഇങ്ങനെ എരിയണു എന്ന് പറഞ്ഞു. കഴിച്ചു കൊടുത്തോടെ അപ്പോൾ പറഞ്ഞു ഇല്ല മോനെ നീ വെള്ളം കൂടി ചിലപ്പോൾ റെഡിയാവെന്ന് പറയുമ്പോഴേക്കും പറഞ്ഞു ഇല്ല അമ്മ നേഴ്സിനെ പോയി വിളിക്കുന്നു പറഞ്ഞു. പിന്നെ നേഴ്സിനെ വിളിച്ച് വരുമ്പോഴേക്കും പിന്നെ ആകെ തടിച്ച് പൊന്തി ശരീരം ശ്വാസം മുട്ടായി. പിന്നെ അതിൻ്റെ ഇടയിൽ ഫിറ്റ്സും വന്നു. അത് കഴിഞ്ഞ് നേരെ ഐസിലേക്ക് മാറ്റി. ഐസിൽ മാറ്റി അവിടെ നിന്ന് വൈകുന്നേരം ഇപ്പോൾ വീണ്ടും ഫിറ്റ്സ് കൂടി വെന്റിലേറ്ററിലേക്ക് മാറ്റി. അപസ്മാരത്തിന്റെ ലക്ഷണം കണ്ടതോടെ വെന്റിലേറ്റർ സഹായമുള്ള ഐസിയുവിലേക്ക് മാറ്റി. കുറിപ്പിലെ എഴുത്ത് മനസ്സിലായില്ലെന്ന കാരണം ഉന്നയിച്ച് മരുന്ന് കുറിച്ച ഡോക്ടറിൽ കുറ്റം ചുമത്തി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് ന്യായവില മെഡിക്കൽ ഷോപ്പ് അധികൃതരെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. എന്നാൽ സിറപ്പ് കഴിച്ചിട്ടല്ല രോഗിയുടെ നില വഷളായതെന്ന് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകിയെന്നും രോഗിയെ വാർഡിൽ നിന്ന് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വ്യക്തമാക്കി. ന്യൂസ് 18 തൃശൂർ.